ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. ഒരു ഗോളിനായിരുന്നു ബോട്ടഫോഗോ ആർജെ അവരെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ആർദർ ഗുയിമറസ് നേടിയ ഗോളായിരുന്നു ബോട്ടഫോഗോക്ക് വിജയം സമ്മാനിച്ചിരുന്നത്. എന്നാൽ ഈ മത്സരത്തിലെ എടുത്തു പറയേണ്ട കാര്യം സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. 2 യെല്ലോ കാർഡുകൾ വഴങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന് റെഡ് കണ്ടുകൊണ്ട് പുറത്തു പോവേണ്ടി വന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ നെയ്മർക്ക് ഫൗളിന്റെ പേരിൽ ഒരു യെല്ലോ കാർഡ് ലഭിച്ചു. പിന്നീട് മത്സരത്തിന്റെ 76-ാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയർക്ക് ഒരു ഹാൻഡ് ബോളിന്റെ പേരിൽ യെല്ലോ കാർഡ് ലഭിക്കുന്നത്. അങ്ങനെ നെയ്മർ പുറത്താവുകയായിരുന്നു. അതിന് പിന്നാലെ ബോട്ടഫോഗോ ഒരു ഗോൾ നേടുകയും വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഏതായാലും ഈ റെഡ് കാർഡിൽ ഇപ്പോൾ നെയ്മർ ജൂനിയർ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഫറി ഒരു ജോക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു കോമഡി ആയിരുന്നു എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇങ്ങനെയാണ്: രണ്ടാമത്തെ യെല്ലോ കാർഡ് അർഹിച്ചതായിരുന്നു, പക്ഷെ ഒന്നാമത്തേത് എന്താണ്? റഫറി ഒരു കോമഡി ആയിരുന്നു. ഒരൊറ്റ ഫൗൾ മാത്രമാണ് ഞാൻ ചെയ്തത്, അതിന് തന്നെ എനിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. എന്തോരം മോശം തീരുമാനങ്ങളാണ് ഇവിടെ. ഇത് എൻ്റെ കേവലം ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്ക് ഇനിയും ശിക്ഷ നൽകരുത്. ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റെഡ് കാർഡ് തീർച്ചയായും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. സാന്റോസ് ഇനി അടുത്ത മത്സരം ജൂൺ 13-ാം തീയതിയാണ് കളിക്കുക. ഫോർട്ടലേസയാണ് സാന്റോസിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. അതിനുശേഷം ഒരു വലിയ ഇടവേളയാണ്. അതിനുശേഷമാണ് നെയ്മർ തൻ്റെ കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.